ബാൾട്ടിക് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന നാറ്റോ സഖ്യരാജ്യങ്ങളെ നിങ്ങൾ ഇത് മനസ്സിലാക്കൂ. ദിവസങ്ങൾക്കകം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാറ്റോ സഖ്യത്തിന്റെ മേൽ നിറയൊഴിച്ച് സംഹാര താണ്ഡവമാടുന്നത് നിങ്ങൾക്ക് കാണാം. എന്താണ് സംഭവമെന്നല്ലേ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു മാസമായി റഷ്യയുടെ അധീന മേഖലയായ ബാൾട്ടിക് പ്രദേശത്ത് നാറ്റോ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി പുരോഗമിക്കുമ്പോൾ നാറ്റോക്കെതിരെയുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ നാവിക സാന്നിധ്യത്തിൽ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി ഗണ്യമായി വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിനടിയിലെ കേബിളുകളെ അട്ടിമറിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന നാറ്റോയുടെ ലക്ഷ്യം മറ്റ് പലതുമാണ് എന്നതാണ് വാസ്തവം. പക്ഷേ ഇതിനു പിന്നിൽ മറച്ചുവെക്കുന്ന ഗൂഢലക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ RIA നോവോസ്റ്റി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ നടത്തുന്നതിനും പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുമുള്ള ഒരു ബഹുമുഖ ശ്രമമായിട്ടാണ് ഈ ഓപ്പറേഷൻ എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ നാറ്റോ മനസ്സിലാക്കുന്നേയില്ല യുദ്ധം നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാക്ഷാൽ വ്ളാഡിമിർ പുടിനോടാണ് എന്ന കാര്യം. 2023 അവസാനത്തോടെയാണ് നാവിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി നാറ്റോ ആരംഭിക്കുന്നത്. ഈ ഓപ്പറേഷൻ നാറ്റോ രാജ്യങ്ങളുടെ അണ്ടർ വാട്ടർ കേബിളുകൾക്ക് നേരെയുള്ള നാറ്റോ വിരുദ്ധ കക്ഷികളുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഡിസംബർ 25-ന് എസ്തോണിയയ്ക്കും ഫിൻലൻഡിനും ഇടയിലുള്ള ഒരു ആശയവിനിമയ കേബിൾ തകരാറിലായ ഒരു സംഭവമാണ് ഈ ഓപ്പറേഷന് കാരണമാകുന്നത്. വ്യക്തമായ തെളിവുകൾ പോലും ഇല്ലാതിരുന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങളും വിദഗ്ധരും പ്രതിക്കൂട്ടിലാക്കിയിരുന്നത് ഇവിടെ റഷ്യയായിരുന്നു. എസ്റ്റ് ലിങ്ക് 2 കേബിൾ വിച്ഛേദിച്ചതിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് ഫിന്നിഷ് പ്രത്യേക സേന ഡിസംബർ 26-ന് റഷ്യൻ എണ്ണ ടാങ്കറായ ഈഗിൾ എസിൽ കയറി പരിശോധന നടത്തിയെങ്കിലും അതിനു തക്ക തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിനടിയിലുള്ള കേബിളുകൾക്ക് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയെന്ന സംശയത്തിന്റെ പേരിൽ സമാനമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി റഷ്യൻ എണ്ണക്കപ്പലുകൾ നാറ്റോ അംഗരാജ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും നാറ്റോയുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശാന്തമായിട്ടാണ് റഷ്യ പ്രതികരിച്ചിരുന്നത്. എന്നാൽ പുടിന്റെ ക്ഷമ ഏകദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്ര നാളും നാറ്റോയെ സംരക്ഷിച്ചിരുന്ന അമേരിക്ക പോലും ഇന്ന് അവർക്കൊപ്പമില്ല. രാജ്യത്തിനെതിരെ ഉയർന്നുവരുന്ന പാശ്ചാത്യ ഭീഷണിയെ നേരിടാൻ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈന്യം മേഖലയിൽ അണിനിരക്കുകയാണ് ചെയ്യുന്നത്. റഷ്യയുടെ നീക്കങ്ങൾ അറിയാൻ രഹസ്യാന്വേഷണ വിമാനങ്ങളുടെ സഹായത്തോടെ നാറ്റോ ലെനിൻഗ്രാഡ്, കലിൻഗ്രാഡ് മേഖലയിൽ പതിവായി പരിശോധന നടത്തുന്നുമുണ്ട്. എന്നാൽ വ്യോമ പ്രതിരോധ, കപ്പൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങളാൽ കഴിയുന്നത്ര കർശനമായി മൂടപ്പെട്ട പ്രദേശങ്ങളാണ് ഇവ. റഷ്യയുടെ കലിനിൻഗ്രാഡ് മേഖലയിൽ ഫ്രഞ്ച് അറ്റ്ലാന്റിക് 2 പെട്രോളിംഗ് നടത്തുന്നതിനിടെ റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനം സഞ്ചരിച്ചതായി ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണിയയുടെ വെളിപ്പെടുത്തൽ റഷ്യയുടെ പ്രതിരോധ വിന്യാസത്തിന്റെ സൂചനയാണ് നമുക്ക് തരുന്നത്. നാറ്റോ റഷ്യ പോരിനിടയിൽ നിന്നു തന്നെയാണ് നാറ്റോയുടെ ബാലിസ്റ്റിക് പരിശോധനകളെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. ബാൾട്ടിക് റീജിയൻ ഇങ്ങനെ ഒരു പരിശോധന നടക്കുമ്പോൾ സമാന്തരമായി മറ്റൊരു പരിശോധനയും നാറ്റോ സംഘടിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബാലിസ്റ്റിക് പരിശോധനയാണ്. നമ്മൾ ഇവരുടെ ഈ പോരിനിടയിൽ നിന്ന് തന്നെയാണ് നാറ്റോയുടെ ബാലിസ്റ്റിക് പരിശോധനകളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് പദവി ട്രംപിന് ലഭിച്ചതോടെ നാറ്റോയുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. നമുക്ക് അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് തോന്നുന്നു. നാറ്റോ നടത്തുന്ന ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകൾ അന്താരാഷ്ട്ര സുരക്ഷാ പ്രോട്ടോകോളുകളുടെ നിർണായക ഘടകം തന്നെയാണ്. അതായത് ഈ ബാൾട്ടിക് റീജിയനിൽ നടത്തുന്നുണ്ടല്ലോ, അതിലും വലിയതായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇത്. ഈ പരിശോധനകളിൽ പലപ്പോഴും പ്രതിരോധ സംവിധാനങ്ങളുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നടപടികളുടെ ഒരു പരമ്പര തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളും അനുബന്ധ സാങ്കേതിക വിദ്യകളും, സൈനിക തന്ത്രം, പ്രതിരോധ നയം, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയെ സാരമായി സ്വാധീനിക്കാൻ കഴിയുന്ന പരിശോധന, നിരീക്ഷണം, സ്ഥിരീകരണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഒരു നിര ഇതിൽ ഉൾക്കൊള്ളുന്നു. ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകളിൽ നാറ്റോയുടെ പങ്കിനെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ഇനി നാറ്റോ, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ലോകമെമ്പാടുമുള്ള കൂട്ടായ പ്രതിരോധം നൽകുന്നതിനും ആക്രമണം തടയുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 30 അംഗരാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സൈനിക സഖ്യമാണ്. അതിന്റെ തന്ത്രപരമായ ചട്ടക്കൂടിന്റെ ഭാഗമായി പ്രത്യേകിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി, ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകൾക്ക് നാറ്റോ പ്രാധാന്യം നൽകുന്നുണ്ട്. ആയുധ നിയന്ത്രണ കരാറുകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സമഗ്രത ഉറപ്പാക്കുന്നതിനും യൂറോപ്പിലും വടക്കൻ അറ്റ്ലാന്റിക് മേഖലയിലും മൊത്തത്തിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. മിസൈൽ ഭീഷണികൾ അവ തെമ്മാടി രാഷ്ട്രങ്ങളിൽ നിന്നോ ശത്രു രാഷ്ട്രങ്ങളിൽ നിന്നോ തീവ്രവാദ സംഘടനകളിൽ നിന്നോ ഉത്ഭവിച്ചാലും അവയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നാറ്റോയുടെ
ശ്രമങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകൾ. അതായത് വർഷങ്ങളായിട്ട് ഈ നാറ്റോ ഇത് ചെയ്യുന്നത് റഷ്യക്കെതിരെയുള്ള ആയുധം മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയാണ്. നാറ്റോയുടെ സമീപനത്തിൽ സാധാരണയായി സാങ്കേതിക വിലയിരുത്തലുകൾ, പ്രവർത്തന വിലയിരുത്തലുകൾ, ഓൺസെറ്റ് പരിശോധനകൾ എന്നിവയുടെ സംയോജനവും ഉൾപ്പെടുന്നുണ്ട്. മിസൈൽ ഷീൽഡുകൾക്ക് നേരെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്നും സാധ്യതയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടിക്രമങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് യൂറോപ്പിനെ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന നാറ്റോ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഈ മേഖലയിലെ നാറ്റോയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളിലൊന്ന്. നാറ്റോ അംഗരാജ്യങ്ങൾ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ, റഡാർ സിസ്റ്റങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവ ഈ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറിൽ ഉൾപ്പെടുന്നു. പതിവ് ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകൾ ഈ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരുന്നുവെന്നും വരുന്ന മിസൈലുകൾ കണ്ടെത്താൻ തടയാനും കഴിയുമെന്നും ഉറപ്പാക്കുന്നവയാണ്. സാധ്യതയുള്ള മിസൈൽ വികസനങ്ങളുടെയും ശത്രു രാജ്യങ്ങളുടെ വിന്യാസങ്ങളുടെയും നിരീക്ഷണം പതിവായിട്ട് നാറ്റോ നടത്തുന്നുണ്ട്. അംഗമല്ലാത്ത രാജ്യങ്ങളുടെ മിസൈൽ ശേഷികൾ വിലയിരുത്താനും സാധ്യതയുള്ള ഭീഷണികൾ കണ്ടെത്തി നിർവ്യാജമാക്കുന്നതിലൂടെ തന്ത്രപരമായ നേട്ടം നൽകാനും ഈ പരിശോധനകൾ സഖ്യത്തെ സഹായിക്കുന്നുമുണ്ട്. ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകൾ റഷ്യയിൽ ചെലുത്തുന്ന സ്വാധീനമാണ് ഇനി പറയുന്നത്. റഷ്യ വളരെ കാലമായി നാറ്റോയുടെ ബാലിസ്റ്റിക് സുരക്ഷാ സംരംഭങ്ങളുടെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദു തന്നെയാണ്. ശീതയുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസവും അതിന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ പ്രതിരോധ ശേഷികളും റഷ്യയും സഖ്യവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. മിസൈൽ പ്രതിരോധത്തിലെ നാറ്റോയുടെ നടപടികളെ റഷ്യ അതിന്റെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നത്. റഷ്യൻ അതിർത്തികൾക്ക് സമീപം, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിൽ നാറ്റോയുടെ ബാലിസ്റ്റിക് പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നത് റഷ്യൻ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളിൽ ആശങ്ക ഉയർത്തിയിട്ടുമുണ്ട്. പോളണ്ട്, റൊമാനിയ, ബാൾട്ടിക് രാജ്യങ്ങൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകൾ നടപ്പാക്കുന്നതും നാറ്റോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതും റഷ്യയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ നടപടികളെ മോസ്കോ അതിന്റെ സ്വാധീന മേഖലയിലുള്ള കടന്നുകയറ്റമായിട്ടും അതിൽ പ്രധാനമായി അതിന്റെ ആണവ പ്രതിരോധ ശേഷികൾക്കുള്ള വെല്ലുവിളിയായിട്ടുമാണ് കാണുന്നത്. നാറ്റോയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള റഷ്യയുടെ പ്രധാന ആശങ്കകളിലൊന്ന് ഈ സംവിധാനങ്ങൾ റഷ്യയുടെ ആണവായുധ ശേഖരത്തെ നിർവീര്യമാക്കാനോ ദുർബലപ്പെടുത്താനോ ഉള്ള സാധ്യതയുണ്ടോ എന്നതാണ്. വിദേശ ആക്രമണത്തിനെതിരായ ഒരു പ്രധാന പ്രതിരോധമായി റഷ്യയുടെ സൈനിക സിദ്ധാന്തം വളരെ കാലമായി അതിന്റെ തന്ത്രപരമായ ആണവ ശക്തികളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നാറ്റോയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംരംഭങ്ങൾ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അവയെ തടഞ്ഞുകൊണ്ട് ഈ പ്രതിരോധത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ തിരിച്ചടിക്കാനുള്ള റഷ്യയുടെ കഴിവ് കുറയ്ക്കാം. ഇതാണ് റഷ്യയുടെ ആശങ്ക. കൂടാതെ നാറ്റോയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പലപ്പോഴും സൈനിക നിയന്ത്രണത്തിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി വീക്ഷിക്കപ്പെടാറുണ്ട്. അതിൽ സഖ്യം റഷ്യയുടെ തന്ത്രപരമായ കഴിവുകൾ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു. തൽഫലമായി നാറ്റോ നടത്തുന്ന സുരക്ഷാ പരിശോധനകൾ യൂറോപ്പിലെ അധികാര സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒരു പ്രധാന പ്രകോപനമായിട്ട് തന്നെയാണ് റഷ്യ നോക്കിക്കാണുന്നത്. മുൻ സോവിയറ്റ് രാജ്യങ്ങൾ നാറ്റോയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനവും പിരിമുറുക്കം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഒടുവിൽ നാറ്റോ സേനയെ വളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന ഒരു ആശങ്ക റഷ്യ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് റഷ്യ ഏത് നിമിഷവും ആയുധം എടുക്കേണ്ടി വരുമെന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുൻകരുതൽ ഇവിടെ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ സഖ്യത്തിൽ ചേരാൻ ദീർഘകാലമായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഉക്രൈൻ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നാറ്റോയുടെ സാധ്യത വികസിപ്പിക്കുന്നത് റഷ്യയുടെ ആശങ്കകളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകളോടുള്ള റഷ്യയുടെ പ്രതികരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. നാറ്റോയുടെ ബാലിസ്റ്റിക് സുരക്ഷാ പരിശോധനകളോടുള്ള റഷ്യയുടെ പ്രതികരണം ബഹുമുഖമാണ്. സൈനികവും നയതന്ത്രപരവുമായ മാനങ്ങൾ ഇതിനുണ്ട്. ചരിത്രപരമായി സൈനിക പോസ്റ്ററിംഗ്, സാങ്കേതിക നവീകരണം, നയതന്ത്ര കുതന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനത്തോടെയാണ് റഷ്യ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. നാറ്റോയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങളോടുള്ള റഷ്യയുടെ പ്രതികരണങ്ങളൊന്ന് സ്വന്തം മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ്. വർഷങ്ങളായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നൂതന മിസൈൽ സംവിധാനങ്ങളുടെ വികസനത്തിൽ റഷ്യ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ വികസനം ഇതിന്റെ ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇത് നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്യുന്നത്. തന്ത്രപരമായ ആയുധങ്ങളുടെ കൃത്യതയും അതിജീവനവും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച റഷ്യ അതിന്റെ ആണവായുധ ശേഖരം ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. അവാൻഗാർഡ്, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, സർമാറ്റ്, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ തുടങ്ങിയ പുതിയ മിസൈൽ സംവിധാനങ്ങളുടെ വിന്യാസം നാറ്റോയുടെ മിസൈൽ പ്രതിരോധ ശ്രമങ്ങൾക്കിടയിലും റഷ്യയ്ക്ക് വിശ്വസനീയമായ ആണവ പ്രതിരോധം നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നവയാണ്. കൂടാതെ കിഴക്കൻ യൂറോപ്പിലെ നാറ്റോയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മറുപടിയായി കൂടുതൽ നൂതനമായ ആയുധ സംവിധാനങ്ങൾ വിന്യസിക്കുമെന്ന് റഷ്യ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നാറ്റോയുടെ അതിർത്തികൾക്ക് സമീപം
തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളായ ബെലാറസിലോ കലിനിൻഗ്രാഡിലോ ആണവശേഷിയുള്ള മിസൈലുകൾ സ്ഥാപിക്കുന്നതും ഈ പ്രതിരോധ നടപടികളിൽ ഉൾപ്പെടാം. നയതന്ത്രപരവും രാഷ്ട്രീയവുമായ പ്രതികരണങ്ങളാണ് ഇനി നോക്കുന്നത്. നയതന്ത്രപരമായി നാറ്റോയുടെ മിസൈൽ പ്രതിരോധ പദ്ധതികളോട് റഷ്യ ആവർത്തിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിർത്തിക്കടുത്തുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ വികാസം തടയുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്ന കരാറുകൾ ഉറപ്പാക്കാൻ മോസ്കോ നാറ്റോയുമായി വ്യക്തിഗത അംഗരാജ്യങ്ങളുമായി ഉന്നതതല ചർച്ചകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മിസൈൽ പ്രതിരോധത്തെക്കുറിച്ചുള്ള നാറ്റോയുടെ നയം മാറ്റാൻ തയ്യാറാകാത്തതിൽ ഈ ചർച്ചകൾ ഏറെക്കുറെ അവസാനിക്കുകയാണ് ചെയ്തത്. നാറ്റോ ഇതര രാജ്യങ്ങളുമായും സഖ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ റഷ്യ ശ്രമിക്കുകയും ചൈന, ഇന്ത്യ, ഷാങ്ഹായ് സഹകരണ സംഘടനയിലേക്കുള്ള മറ്റ് രാജ്യങ്ങളുമായുള്ള സൈനിക രാഷ്ട്രീയ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ നാറ്റോയുടെ വളരുന്ന സ്വാധീനത്തിന് ഒരു പ്രതിസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനും സ്വന്തം താൽപ്പര്യങ്ങൾ രക്ഷിക്കാനും റഷ്യ ലക്ഷ്യമിടുന്നുണ്ട്. റഷ്യയുടെ പ്രതികരണത്തിന്റെ മറ്റൊരു ഘടകം പ്രതികൂലമെന്ന് കരുതുന്ന ആയുധ നിയന്ത്രണ കരാറുകളെ ദുർബലപ്പെടുത്താനാണോ അവയിൽ നിന്ന് പിന്മാറാനോ ഉള്ള ശ്രമങ്ങളാണ്. ഉദാഹരണത്തിന് 2019 റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയസ് ഫോഴ്സ് അതായത് INF ഉടമ്പടിയിലെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. നാറ്റോയുടെ മിസൈൽ പ്രതിരോധ ഇൻസ്റ്റാളേഷൻ തങ്ങളുടെ തീരുമാനത്തിനുള്ള ന്യായീകരണമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുപോലെ നാറ്റോ മിസൈൽ പ്രതിരോധ നിർമ്മാണം തുടർന്നാൽ റഷ്യയ്ക്കും അമേരിക്കയും വിന്യസിക്കാൻ കഴിയുന്ന തന്ത്രപരമായ ആണവ വാർഹെഡുകളുടെയും ഡെലിവറി സിസ്റ്റങ്ങളുടെയും എണ്ണം പരിമിതപ്പെടുത്തുന്ന പുതിയ സ്റ്റാർട്ട് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈബർ ഹൈബ്രിഡ് യുദ്ധമാണ് അടുത്തത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഒടുവിൽ നാറ്റോയുടെ നടപടികൾക്ക് മറുപടിയായി റഷ്യൻ സൈബർ ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങൾ കൂടുതലായി അവലംബിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നാറ്റോയുടെ രാഷ്ട്രീയ ഐക്യത്തെയും തന്ത്രപരമായ സ്ഥിരതയെയും ദുർബലപ്പെടുത്തുന്നതിന് വിവരസാങ്കേതിക യുദ്ധം, സൈബർ ആക്രമണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവ ഉൾപ്പെടുന്നു. ഈ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ സഖ്യത്തിനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാനും റഷ്യൻ താൽപ്പര്യങ്ങളെ നേരിടുന്നതിനുള്ള അതിന്റെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്താനും റഷ്യ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ബാലിസ്റ്റിക് മിസൈലിനെ റഷ്യ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത്. ബാൾട്ടിക് കടലിടുക്കിൽ ഇപ്പോൾ നാറ്റോ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കും. കാരണം റഷ്യ ഇന്ന് ഭരിക്കുന്നത് വ്ളാഡിമിർ പുടിനാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഒപ്പം ഇപ്പോൾ അമേരിക്ക പോലുമില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നാറ്റോയോട് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിന്ന് പിൻവലിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളും നേരിടേണ്ടി വരും. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.